വറഹ്മത്തുള്ള. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വക്കലല്ലാഹു മലക്കൻ ബിർറഹിമി. ഒരു സ്ത്രീയുടെ ഗർഭ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭപാത്രത്തിൽ ഒരു മലക്കിനെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുന്നു. ഫയഖൂലുൽ മലക്കു, ആ മലക്ക് പറയുന്നതാണ്, ഐ റബ്ബിൻ നുത്ഫ, അള്ളാഹുവേ ഇതൊരു ഇന്ദ്രത്തുള്ളിയാണ്, ഇന്ദ്രത്തുള്ളിയായിരിക്കുന്നു. പല ഘട്ടങ്ങളുണ്ടെങ്കിലും ആ ഘട്ടങ്ങളെല്ലാം അള്ളാഹുവിന് നേരത്തെ അറിയാമെങ്കിലും അള്ളാഹു മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ ആ മലക്ക് പറയും, ഐ റബ്ബിൻ നുത്ഫത്തിൻ, അള്ളാഹുവേ ഇതൊരു ഇന്ദ്രത്തുള്ളിയാണ്. രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ ആ മലക്ക് വീണ്ടും വിളിച്ചു പറയും, ഐ റബ്ബുൻ നലഖത്ത, അള്ളാഹുവേ ഇതൊരു രക്തക്കട്ടയായിരിക്കുന്നു. അടുത്ത ഘട്ടം വരുമ്പോൾ മലക്കുകൾ പറയും, ഐ റബ്ബിൻ മുളുഗത്തുൻ, അള്ളാഹുവേ ഇതൊരു മാംസകഷ്ണമായിരിക്കുന്നു. ഫൈദാ അറാദല്ലാഹു അൻ യുഖ്ലി ഹൽഖഹ, എന്നിട്ട് അള്ളാഹു അതിന് ജീവനിടാൻ ഉദ്ദേശിക്കുന്നു. ജീവൻ നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ കാല മലക്കുകൾ പറയുന്നതാണ്, ഐ റബ്ബിൻ, അള്ളാഹു അല്ലയോ രക്ഷിതാവേ, നാഥ, ഞങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഐ റബ്ബുൻ ദക്കറൻ ഉൻഥ, ദക്കറൻ ഉൻഥ, ഞാൻ എന്താണ് എഴുതേണ്ടത്? ഇത് ആണെന്നെഴുതണമോ പെണ്ണെന്നെഴുതണമോ? ഈ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നെഴുതണമോ? ഷഖിയൻ സായിദൻ, ഭാഗ്യവാൻ എന്നെഴുതണമോ ഭാഗ്യഹീനൻ എന്നെഴുതണമോ? ഫമർ റിസ്ഖു, ഈ കുട്ടിയുടെ ആഹാരം എന്തായിരിക്കും? ഫമൽ അജ്ലു, ഇതിൻ്റെ അജൽ എന്തായിരിക്കും? എത്ര നാൾ ദുനിയാവിൽ ഇത് ജീവിച്ചിരിക്കും? ഇതിൻ്റെ ആയുസ് എത്രയായിരിക്കും രക്ഷിതാവേ? എന്നീ വക കാര്യങ്ങൾ മലക്ക് ചോദിക്കുന്നതാണ്. ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നു, ഫയക്തുബു കദാലിക ഫീ ബത്നി ഉമ്മിഹി, ആ കുട്ടിയുടെ സർവ്വ വിവരങ്ങളും, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ അതിൻ്റെ സർവ്വ വിവരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലാഹു നാഫിയായ ഇൽമു നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.